ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. റിയൽ ഫാമേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ഏതൊരു കൃഷിക്കും അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന വളം തന്നെയാണ്. നമ്മൾ കൃഷി തുടങ്ങുന്നതിന് മുന്നേ നൽകുന്ന അടിസ്ഥാന വളങ്ങൾ ഒരു കൃഷിയെ സംബന്ധിച്ച് ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ കണ്ടില്ലേ, ഈ വരി അങ്ങേയറ്റം വരെ നമ്മൾ ഇന്ന് കുക്കുംബർ തൈ നടാൻ പോവുക. നമ്മൾ സ്നോ വൈറ്റ് കുക്കുംബറാണ് നടാൻ പോകുന്നത്. ഇൻഡോ അമേരിക്കൻ്റെ സീഡായിട്ടുള്ള സ്നോ വൈറ്റ് എന്ന് പറയുന്ന കുക്കുംബറാണ്. നല്ല രീതിയിലുള്ള കായ്മാനമുള്ള ഒരു കുക്കുംബറാണ് ഇൻഡോ അമേരിക്കൻ്റെ ഈ സ്നോ വൈറ്റ് എന്ന് പറയുന്ന കുക്കുംബർ. അപ്പോൾ നമ്മൾ ഓരോ കുഴികളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഈ വരിയിൽ തന്നെ ഏകദേശം 30 കുഴികളും അതുപോലെ തന്നെ ഈ ക്രോസ് ആയിട്ട് ഒരു 20 കുഴികളുമാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്നത്. മൊത്തം 50 തൈകളാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത്. അതിന് അടിസ്ഥാനമായിട്ട് നമ്മൾ ആദ്യമേ തന്നെ കുമ്മായം ഇട്ട് ഈ കുഴികൾ പരുവപ്പെടുത്തി അതിനുശേഷം ഇതിലേക്ക് ചാണകപ്പൊടി, അതോടൊപ്പം തന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ജൈവവളം എന്ന് പറയുന്നത് നമ്മൾ ആപ്ടെക്കിൻ്റെ സൂപ്പർ മീൽ എന്ന് പറയുന്ന ഒരു വളമാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ അതിൻ്റെ വളങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഏതൊരു തൈകൾ നടുമ്പോഴും നമ്മൾ ചെയ്യുന്നത് വാം ഉപയോഗിക്കും. ഈ വാം എങ്ങനെയാണ് നമ്മൾ രണ്ട് രീതിയിൽ വാം ഉപയോഗിക്കാം. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇടാം, അതല്ലെങ്കിൽ വേറൊരു ഇത് മാറ്റാം. ഉദാഹരണത്തിന് നമ്മൾ ചെയ്യുന്നത് വെർമി കമ്പോസ്റ്റിൽ, അതായത് മണ്ണിര കമ്പോസ്റ്റിൽ വാം മിക്സ് ചെയ്ത് ഈ ഓരോ കുഴികളെടുത്ത് ആ കുഴികളിൽ അതിട്ട ശേഷം നമ്മൾ തൈകൾ നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഒന്ന് എങ്ങനെയാണെന്ന് കാണാം. അപ്പം നമ്മുടെ കൈവശം ഇരിക്കുന്നതാണ് വാമ്. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ടെക്കിൻ്റെ വാമാണ്. അപ്പോൾ അത് തന്നെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയത്തില്ല. നമുക്ക് കിട്ടുന്ന രണ്ടാമതായിട്ട് ഈ വാം ഉപയോഗിക്കാൻ നേരത്തെ നമ്മൾ മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും അത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ വാം ഉപയോഗിക്കാനായിട്ട്. മാക്സിമം ആ ഒരു കാലയളവിൽ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ നല്ല ഗുണങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ വാം കുറച്ച് ഉപയോഗിച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വാം എടുക്കുക. കാണിച്ചതാ, നമുക്ക് ഇത്ര വാം മതിയായിരിക്കാം. അപ്പോൾ നമ്മൾ ഇത് ഓരോ കുഴികളിൽ ഇടുക എന്ന് പറയുന്നത് പ്രായോഗികരമല്ല. അപ്പോഴത്തേക്ക് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ വാം ഈ മണ്ണിര കമ്പോസ്റ്റുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യും നല്ല രീതിയിൽ. അപ്പോൾ ഈ വാം കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇത് നല്ല രീതിയിൽ ഈ മണ്ണിര കമ്പോസ്റ്റുമായിട്ട് ചേർത്തിട്ട് നമ്മളത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് ഘടകങ്ങളും, അതായത് മണ്ണിര കമ്പോസ്റ്റും അതുപോലെ തന്നെ വാമും, ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ രൂപപ്പെടുത്തിയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത്, വാമ് നമ്മുടെ തൈകളുടെ വേര് പടലങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വളരുവാനും നല്ല ദൃഢതയോടെ വളരുവാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് നല്ല രീതിയിൽ അതിന് നല്ല ഗ്രോത്തോടെ വളർന്ന് കയറുവാനും സഹായിക്കുന്നു. ഈ രണ്ട് മൂലകങ്ങളും നമുക്ക് നല്ല ഒരു വളമായിട്ട് തന്നെ പ്രവർത്തിക്കുകയും ചെടികൾക്ക് പെട്ടെന്നുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ഏതൊരു കൃഷി തുടങ്ങുമ്പോഴും നമ്മളിപ്പോഴും ചെയ്തു വരുന്നത്. നേരത്തെ നമ്മൾ ഡയറക്റ്റ് തൈകൾ വയ്ക്കുകയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വാം ഉപയോഗിച്ച് നമ്മൾ തൈകൾ നട്ടു തുടങ്ങിയപ്പോൾ അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കിയ ശേഷമാണ് നമ്മളിപ്പോൾ തുടർന്നുള്ള എല്ലാ കൃഷികൾക്കും, ഏത് കൃഷിയായാലും തൈകൾ നടുന്ന കൃഷികളാണെന്നുണ്ടെങ്കിൽ അത് വാം തീർച്ചയായിട്ടും ഉപയോഗിച്ച് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഇതാ നോക്കി, നോക്കാൻ നേരത്ത് ഈ വെർമി കമ്പോസ്റ്റിനകത്ത് വാം എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സമ്പുഷ്ടീകരിച്ച ഒരു വളമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഈ ഒരു പിടി മതി, ഈ കൈക്കുമ്പിള് മതി. നമുക്കിത് നമ്മുടെ ഈ കുഴികളിലേക്ക് ഒരു ചെറിയ കുഴി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കുഴിയിലേക്ക് ഇടുക, അതിനകത്ത് മിക്സ് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മളൊരു തൈ എടുക്കുകയാണ്. ഈ തൈ ഇത് സ്നോ വൈറ്റ് കുക്കുംബറാണ്. കണ്ടോ, നമ്മുടെ ചെറിയ കുഞ്ഞ് പോളി ഹൗസിനകത്ത് തന്നെ ചെയ്യുന്ന തൈകളാണ്. അപ്പോൾ ഈ തൈ ഇതിപ്പോൾ ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതേ കണക്ക് നട്ടുപിടിപ്പിക്കുകയാണ്, പതിവയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു അടിസ്ഥാന വളങ്ങൾ കൊടുത്തു. അതിനുശേഷം വാമും വെർമി കമ്പോസ്റ്റ് ഉപയോഗിച്ചുള്ള മിശ്രിതം കൊടുത്തു. ശേഷം നമ്മൾ തൈ നട്ടു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കൃഷിയുടെ അടിസ്ഥാനപരമായ 1-ാം ഘട്ടം കടന്നിരിക്കുകയാണ്. അപ്പോൾ ഏതൊരു കൃഷി ചെയ്യാൻ നേരത്തും നമ്മൾ നല്ല രീതിയിൽ അടിവളം കൊടുത്തു തന്നെ ചെയ്യുക. അടിവളം കൊടുക്കുന്നത് നല്ല രീതിയിൽ മണ്ണ് സമ്പുഷ്ടീകരിച്ച ശേഷം നമുക്ക് ലഭ്യമാകുന്ന ജൈവവളങ്ങൾ മാക്സിമം കൊടുക്കുക. കൂടുതൽ
പണം കൊടുത്ത് അടിവളങ്ങൾ വാങ്ങി ഉപയോഗിക്കണമെന്നല്ല. നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന വളങ്ങൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ, അതുപോലെ തന്നെ ചാണകപ്പൊടി, ആട്ടിൻകാട്ടം, അതുപോലെ തന്നെ പിന്നെ നമ്മളെ വീട്ടിലെ ചാരം, അങ്ങനെയുള്ള ഏതൊരു ഐറ്റവും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സമീപത്തെ ചായക്കടകളിൽ ബക്കറ്റ് കൊണ്ടുവച്ചിട്ട് തേയിലച്ചണ്ടി എടുത്ത് നമ്മൾ കൊണ്ടുവന്ന് തണലത്ത് ഉണക്കി അതും ഇതിൻ്റെ ജൈവവളക്കൂട്ടിൽ നമ്മൾ മിക്സ് ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ കൃഷിയുടെ ചെലവുകൾ കുറയ്ക്കാനും കഴിയും. നല്ല രീതിയിലുള്ള അടിവളങ്ങൾ നമുക്ക് കൃഷിക്ക് ഉപയോഗപ്പെടുത്താനും കഴിയും. തടങ്ങളിലേക്ക് വാമ് മിക്സ് ചെയ്തിട്ടുള്ള ഈ പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഇടുകയാണ്. ഇതിന് ശേഷമാണ് നമ്മൾ തൈ വയ്ക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളെ സ്നോ വൈറ്റ് കുക്കുമ്പറിൻ്റെ തൈകളാണ്. നമ്മൾ തൈകൾ ഓരോന്നോരോന്നായിട്ടാണ് നടുന്നത്. ഒരു കുഴിയിൽ ഒരു തൈ വെച്ച് മാത്രമാണ് നടുന്നത്. ഇപ്പോൾ ഏകദേശം 50ഓളം കുഴികളാണ് നമ്മൾ നിലവിലിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ തൈകൾ നട്ടു വരികയാണ്. നമ്മൾ പിന്നെ അടിവളം എല്ലാം കൊടുത്തു. തൈകൾ കുഴിയിലേക്ക് നടുന്നൊരു രീതിയാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ച സ്നോ വൈറ്റ് കുക്കുമ്പറിൻ്റെ തൈകൾ വെച്ചിരിക്കുകയാണ്. ഈ സ്നോ വൈറ്റ് കുക്കുമ്പറിൻ്റെ തൈകൾ വെക്കുന്നതിന് മുന്നേ നമ്മൾ കൊടുക്കുന്ന അടിസ്ഥാന വളങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഇത് നിങ്ങൾക്ക് പ്രയോജനമാവും എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ തന്നെ നല്ല രീതിയിൽ അടിവളങ്ങൾ കൊടുത്ത് നിങ്ങളും കൃഷി ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ചെയ്തു വരുന്ന ഒരു രീതിയാണ് ചെയ്തു വരുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അത് നിങ്ങൾ ഷെയറും ചെയ്യുക, പറഞ്ഞും തരിക. അത് നമ്മളും വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഇതിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുകൂടി നമ്മൾ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ് നമ്മൾ ഓരോ കൃഷിയിലും പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. എല്ലാവരും കൃഷി ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ റിയൽ ഫാമർ എന്ന പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.